മധ്യേഷ്യൻ രാജ്യമായ തജിക്കിസ്ഥാനിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ദീർഘകാലം സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു രാജ്യം. ചൈന, അഫ്ഗാനിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നീ രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടു കിടക്കുകയാണ് തജിക്കിസ്ഥാൻ. അതിന്റെ മധ്യഭാഗത്ത് നീണ്ടു നിവർന്നു കിടക്കുന്ന ഗിസാർ മൗണ്ടൻ റേഞ്ചിലൂടെയാണ് എന്റെ സഞ്ചാരം. ദുഷാൻബെ എന്ന തലസ്ഥാന നഗരത്തിൽ രാവിലെ വിമാനമിറങ്ങി ഉടനെ തന്നെ ദീർഘമായ യാത്ര ആരംഭിക്കുകയായിരുന്നു. ഇതാണ് യാത്രാപഥം. തലസ്ഥാനമായ ദുഷാൻബെയിൽ നിന്നും യാത്ര ആരംഭിക്കുന്നു. തുടർന്ന് ഗിസാർ പർവ്വതനിരയിലൂടെ അൻസോബ് ടണൽ കടന്ന് ഐനി എന്ന പട്ടണത്തിലെത്തും. അവിടെ നിന്നും വീണ്ടും പർവ്വതപാതയിലൂടെ സഞ്ചരിച്ച് നിരവധി ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും പിന്നിട്ട് തജിക് സാംസ്കാരിക തലസ്ഥാനമായ ഖുജന്തിലെത്തും. അവിടെ നിന്നും തിരികെ ഐനി പട്ടണത്തിലെത്തിച്ചേരും. ഐനിയിൽ നിന്നും തിരിഞ്ഞ് പ്രാചീന സംസ്കാരം നിലനിന്ന പഞ്ചകേന്ദ് എന്ന ചരിത്രഭൂമിയിലേക്ക്, പഞ്ചകേന്ദിൽ നിന്ന് ഫാൻ പർവ്വതച്ചുവട്ടിലെ അർത്തുഷിലെത്തിച്ചേരും. അർത്തുഷിൽ നിന്നും തിരികെ ദുഷാൻബെയിലേക്ക്. ഇസ്ഫാൻ ഡിയറാണ് എന്റെ ഡ്രൈവർ. പിന്നിൽ ഗൈഡ് ഷഹബാസും അംബുരാജയുമുണ്ട്. ഇവരാണ് എന്നെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. യാത്രക്കിടയിൽ ധാരാളം സുഖവാസ കേന്ദ്രങ്ങൾ കാണാം. ദുഷാൻബെ നഗരത്തിൽ നിന്നും ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് എത്താവുന്ന സ്ഥലങ്ങളാണിത്. വാർസോബ് നദിക്കരയിൽ മലമടക്കുകളുടെ ചെരുവിലെ സുന്ദരമായ പ്രദേശങ്ങൾ. തനത് രുചിവൈവിധ്യം ആസ്വദിക്കാനും വിശ്രമത്തിനുമായി നഗരവാസികൾ അവധി ദിനങ്ങളിലെത്തുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. ഇടതുവശത്തുകൂടി വാർസോബ് നദി ഒഴുകുന്നുണ്ട്. ചിറിനോ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമം പിന്നിട്ടാണ് യാത്ര തുടരുന്നത്. ചിറിനോ ഉൾപ്പെടെയുള്ള ഇത്തരം ഗ്രാമങ്ങളിൽ ധാരാളം റിസോർട്ടുകളുണ്ട്. വിദേശികൾ എത്തുന്നിടങ്ങളല്ല, സ്വദേശികൾ സുഖവാസത്തിനായി എത്തുന്ന പ്രദേശങ്ങളാണിതെല്ലാം. മധ്യേഷ്യയിലും റഷ്യയിലുമെല്ലാം നമ്മുടെ നാട്ടിൽ അധികമില്ലാത്ത ചില പതിവുകളുണ്ട്. സായന്തനങ്ങളിലും അവധി ദിനങ്ങളിലും കുടുംബത്തോടൊപ്പം നദീതീരങ്ങളിലും മറ്റുമെത്തി ബാർബിക്യൂവും ഷഷ്ലിക്കിയും പോലുള്ള വിഭവങ്ങളും കഴിച്ച് വോഡ്കയും നുകർന്ന് അവരങ്ങനെയിരിക്കും. 98% മുസ്ലിങ്ങളുള്ള രാജ്യമാണ് തജിക്കിസ്ഥാൻ. എങ്കിലും വോഡ്ക ഉപയോഗത്തിന്റെ കാര്യത്തിൽ ഇന്നാട്ടുകാർ പഴയ സോവിയറ്റ് പാരമ്പര്യം ഇന്നും നിലനിർത്തുന്നുണ്ടെന്ന് നിസ്സംശയം പറയാം. ഗജനെ എന്നൊരു പ്രദേശം കടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിസാർ പർവ്വതനിരകളുടെ താഴ്വാര ഭാഗമാണിതെന്ന് പറയാം. ഇനി മല കയറി തുടങ്ങണം. അപ്പോൾ ഗ്രാമക്കാഴ്ചകൾ അകലെയാവും. നദിയുടെ തീരം ചേർന്നാണ് ഹൈവേ കടന്നുപോകുന്നത്. ചെറുഗ്രാമങ്ങൾ മിക്കതും രൂപപ്പെട്ടിരിക്കുന്നത് ഈ നദീതീരങ്ങളിലാണ്. ഗ്രാമങ്ങളെ ബന്ധപ്പെടുത്തി നീണ്ടുകിടക്കുന്ന സുന്ദരമായ പാത. ഇതുവഴിയുള്ള യാത്ര തജിക്കിസ്ഥാന്റെ ഉൾനാടൻ കാഴ്ചകളാണ് എനിക്ക് നൽകുന്നത്. ഇനിയും 4 മണിക്കൂറിന്റെ യാത്രയുണ്ട് എന്റെ ലക്ഷ്യസ്ഥാനമായ ഖുജന്തിലെത്താൻ. സോവിയറ്റ് യൂണിയന്റെ അവസാന കാലമായപ്പോഴേക്കും ഈ ഗ്രാമങ്ങളെല്ലാം തീർത്തും ദരിദ്രമായി തീർന്നിരുന്നു. പെട്രോളിയം പോലുള്ള പ്രകൃതി വിഭവങ്ങളുടെ നിക്ഷേപങ്ങളൊന്നുമില്ലെങ്കിലും തജിക്കിസ്ഥാനെയും റഷ്യ ചൂഷണം ചെയ്തുകൊണ്ടിരുന്ന നാളുകളാണത്. ഗ്രാമങ്ങളിൽ നിന്നുള്ള കാർഷിക വിഭവങ്ങളെല്ലാം നേരിട്ട് റഷ്യയിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു അന്നത്തെ പതിവ്. സോവിയറ്റ് യൂണിയനെതിരെ ഗ്രാമങ്ങളിൽ പോലും പ്രക്ഷോഭം തുടങ്ങാൻ പ്രധാന കാരണമായത് ആ കൊടും ചൂഷണമാണ്. നദീതീരത്തെ ഗ്രാമങ്ങൾ പച്ചപ്പിന്റെ ചെറിയ തുരുത്തുകൾ കൂടിയാണ്. അതിനപ്പുറമാകട്ടെ നരച്ച പർവ്വതമുടികൾ. മഞ്ഞുകാലത്ത് പൂർണ്ണമായും ധവള നിറമായിരിക്കും ഈ പ്രദേശത്തിന്. വേനലിന്റെ ഈ നാളുകളിൽ മാത്രമാണ് മലയുടെ യഥാർത്ഥമായ നരച്ച നിറവും മരങ്ങളുടെ ഹരിതകാന്തിയുമെല്ലാം കാണാനാവുക. മഞ്ഞുകാലത്ത് ഇതുവഴിയുള്ള ഗതാഗതം പോലും പലപ്പോഴും തടസ്സപ്പെടാറുണ്ട്. പലയിടത്തു വച്ചും വാർസോബ് നദിയെ ക്രോസ് ചെയ്യുന്നു. വേനലിന്റെ മൂർധന്യത്തിലാണ് എന്റെ ഈ തജിക്കിസ്ഥാൻ സഞ്ചാരം. എത്രയോ സാമ്രാജ്യങ്ങളുടെ ഉദയവും അസ്തമനവും കണ്ട ഭൂവിടങ്ങളാണ് ഇതെല്ലാം. 2500 വർഷം മുൻപ് ബാക്ട്രിയൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇവിടം. പിന്നീട് പേർഷ്യൻ സാമ്രാജ്യവും മാസിഡോണിയയിലെ അലക്സാണ്ടറും തുർക്കികളുമെല്ലാം ഈ പർവ്വതമേഖലയെ തങ്ങളുടെ അധീനതയിലാക്കി.
2500 വർഷം മുൻപ് തന്നെ ഈ മലമടക്കുകൾക്കിടയിലൂടെ പ്രമുഖമായൊരു വാണിജ്യപാത ഉണ്ടായിരുന്നു എന്നതാണ് കൗതുകകരമായ ഒരറിവ്. AD 7-ാം നൂറ്റാണ്ട് വരെയും വിവിധ ഗോത്രങ്ങളുടെ ചെറുനാട്ടുരാജ്യങ്ങളാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങളായ അറബികളുടെ വരവോടെ ചരിത്രം മാറി. അവർ ഈ പർവ്വതനാടിന് ഏകീകൃതമായ ഒരു ഭരണ സംവിധാനം കൊണ്ടുവന്നു. AD 710 മുതൽ 867 വരെ അറബി ഖലീഫമാരാണ് ഇന്നത്തെ തജിക്കിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഭരിച്ചത്. അക്കാലത്താണ് ഇവിടെ ഇസ്ലാം മതം പ്രചരിച്ചതും. പിന്നീടും പല അധിനിവേശങ്ങളുണ്ടായി. മംഗോളുകളും തിമൂറുകളുമെല്ലാം പല കാലങ്ങളിലായി ഈ മേഖലയെ കൈയടക്കി. 19-ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യം തജിക്കിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ വരുതിയിലാക്കിയതോടെ ചരിത്രത്തിൽ വലിയ വഴിത്തിരിവുമുണ്ടായി. സോവിയറ്റ് യൂണിയന്റെ രൂപീകരണത്തോടെ റഷ്യയിൽ നിന്നും വിട്ടുനിൽക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും 1920 ഒക്ടോബറിൽ തജിക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗമാവുകയായിരുന്നു. ഇപ്പോൾ ഹുഷിയൂറി എന്നു പേരുള്ള ഒരു ഗ്രാമത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ചെറിയൊരു ജനസമൂഹം മാത്രം വസിക്കുന്ന ഗ്രാമം. 200-ഉം 300-ഉം മാത്രം ജനസംഖ്യയുള്ള ഗ്രാമങ്ങളാണ് ഈ മലമടക്കുകളിൽ കൂടുതലായുമുള്ളത്. ചെറുകിട കൃഷികളിൽ ഏർപ്പെട്ട് അവിടെ ആളുകൾ കഴിഞ്ഞുകൂടുന്നു. ചില പ്രത്യേക ഗോത്രങ്ങളുടെ മാത്രമായ ഗ്രാമങ്ങളും ഈ മൗണ്ടൻ റേഞ്ചിലുണ്ട്. വളരെ ചരിത്രമുള്ള ഒരു പാതയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. ഇപ്പോൾ ഇത് ഈ വിധം നവീകരിച്ചിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആളുകൾ നടന്നുപോയിരുന്ന ഒരു വഴി ഇവിടെ ഉണ്ടായിരുന്നു. പുരാതന പട്ടുപാതയുടെ ഭാഗമായിരുന്നു അത്. തുർക്കികളുടെ കാലത്തും റഷ്യൻ സാമ്രാജ്യത്തിന്റെ പടനീക്കങ്ങളുടെ കാലത്തും ഈ മലമ്പാത തന്ത്രപ്രധാനമായിരുന്നു. റഷ്യൻ സാമ്രാജ്യകാലത്താണ് പാത ഒന്ന് വിപുലപ്പെടുത്തിയത്. സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ശേഷം തജിക്കിസ്ഥാൻ ഇറാന്റെ സഹായത്തോടെ ഈ പാതയെ ഒന്നുകൂടി വിപുലീകരിച്ചു. ഗിസാർ പർവ്വതത്തിന്റെ പല ഭാഗത്തും ആയിരക്കണക്കിന് വർഷം മുൻപ് മുതൽ തന്നെ ഒറ്റപ്പെട്ടു കിടക്കുന്ന ഗ്രാമങ്ങളുണ്ടായിരുന്നു. കുതിരകളെയും കന്നുകാലികളെയുമായിരുന്നു അന്ന് ഇതുവഴി ഗ്രാമങ്ങളെ ബന്ധപ്പെടുത്തിയുള്ള യാത്രയ്ക്ക് കച്ചവട സംഘങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. പാതയിൽ പലയിടത്തും കാണാം ഇത്തരം ടണലുകൾ. ശൈത്യകാലത്ത് മഞ്ഞുമല ഇടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടുന്നത് ഒഴിവാക്കാനായി നിർമ്മിച്ചിരിക്കുന്ന സംവിധാനമാണിത്. പാത നവീകരിച്ചപ്പോൾ മലയിടിച്ചിൽ ഭീഷണി കൂടുതലായുള്ളിടത്ത് വലിയ കോൺക്രീറ്റ് ടണലുകൾ സ്ഥാപിക്കുകയായിരുന്നു. ചെറിയ ടണലുകൾ ഗാലറി എന്നാണ് അറിയപ്പെടുന്നത്. മഞ്ഞും അതോടൊപ്പം മലയും ഇടിഞ്ഞു വീണ് ഈ പാതയിൽ മാസങ്ങളോളം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. തജിക്കിസ്ഥാന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 50% ഇത്തരത്തിലുള്ള പർവ്വതനിരകളാണെന്നതാണ് കൗതുകകരമായ ഒരറിവ്. ഏഷ്യയിലെ പ്രമുഖ പർവ്വതനിരകളായ ഹിമാലയം, ടിയാൻ ഷാൻ, കാരക്കോറം, ഹിന്ദുക്കുഷ് എന്നിവയുമായെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ് തജിക്കിസ്ഥാനെ വലയം ചെയ്തു നിൽക്കുന്ന പർവ്വതങ്ങൾ. പ്രസിദ്ധമായ പാമിർ മൗണ്ടൻ റേഞ്ചിന്റെ ഒരു ഭാഗമാണ് ഈ ഗിസാർ പർവ്വതനിരകൾ. ഹിമാലയം രൂപപ്പെട്ട അതേ കാലത്ത് രൂപം കൊണ്ടവയാണ് ഈ പർവ്വതനിരകളുമെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതാണ്ട് 70 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണത്. അതിനു മുൻപ് ഈ പ്രദേശമെല്ലാം സമുദ്രത്തിനടിയിലായിരുന്നു. ഭൂഫലകങ്ങളുടെ കൂട്ടിയിടി മൂലം ഉയർന്നു വന്ന ഈ പർവ്വതങ്ങളിൽ മനുഷ്യവാസമുണ്ടായിട്ട് 10,000 വർഷമായിട്ടില്ല. പരുക്കൻ ഭാവമാർന്ന ഈ മേരുക്കളിൽ എങ്ങനെ മനുഷ്യവാസം സാധ്യമാവുന്നു എന്ന് യാത്രയിൽ ഇതിങ്ങനെ കാണുമ്പോൾ സംശയിച്ചു പോകും. ഇൻഡോ യൂറോപ്യൻ ഗോത്രങ്ങളാണ് ഗിസാർ പർവ്വതമടക്കുകളിൽ ആദ്യമായി സംഘടിതവാസം തുടങ്ങിയത്. ഇന്നത്തെ തജിക് ജനതയുടെ ആദിപിതാക്കൾ തന്നെയായിരുന്നു അവർ. BC 2000-ഓടടുത്ത കാലത്ത് ഈ പർവ്വതങ്ങളിൽ വസിച്ചിരുന്ന ഗോത്രങ്ങളിൽ ഒരു വിഭാഗം ഇന്ത്യയിലേക്ക് നീങ്ങുകയും അവിടെ സ്ഥിരവാസമാക്കുകയും ചെയ്തു. മറ്റു കുറെ ഗോത്രങ്ങൾ ഇറാൻ പീഠഭൂമിയിലേക്കും നീങ്ങി. ഈ കുടിയേറ്റങ്ങൾ പുതിയ ഭാഷകളുടെയും സംസ്കാരങ്ങളുടെയും രൂപീകരണത്തിന് കാരണമായെന്ന് ചരിത്രം. മറ്റു കുറെ ഗോത്രസമൂഹങ്ങൾ ഗിസാർ, പാമിർ പർവ്വതങ്ങളുടെ പരുക്കൻ സ്വഭാവവുമായി ഇണങ്ങി ഇവിടെ തന്നെ സ്ഥിരവാസമാക്കി. ആ ജനതയുടെ പിന്മുറക്കാർ ഇപ്പോഴും ഇവിടെയുണ്ട്. ഞങ്ങളുടെ വാഹനം മല കയറിക്കൊണ്ടിരിക്കുകയാണ്.
പക്ഷേ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ കൂടുതൽ ഉയരത്തിലേക്ക് പോകുന്നത് അറിയുന്നതേയില്ല. വാർസോബ് നദി പലയിടത്തു വച്ചും മുന്നിൽ പ്രത്യക്ഷമാകുന്നു. ഗിസാറിന്റെ പല ഭാഗത്തുനിന്നും ഉത്ഭവിക്കുന്ന അരുവികൾ കൂടിച്ചേർന്നാണ് വാർസോബ് നദി രൂപപ്പെട്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ കാണാം മഞ്ഞുമലയിടിച്ചിലിനെ പ്രതിരോധിക്കാൻ പാതയ്ക്കു കുറുകെ പണിതുവച്ചിരിക്കുന്ന ഗാലറികൾ. ചെറുതും വലുതുമായ ഇത്തരം നിരവധി തുരങ്കങ്ങളുണ്ട് ഈ പാതയിൽ. ഇറാന്റെ മാത്രം സാമ്പത്തിക സഹായം കൊണ്ട് നിർമ്മിച്ച പാതയല്ല ഇത്. തജിക്കിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനായി ചൈനയും വലിയ സഹായം നൽകുന്നുണ്ട്. ഇപ്പോൾ പാതയുടെ വലതുഭാഗത്താണ് വാർസോബ് നദി കാണുന്നത്. കുത്തിയൊഴുകുന്ന നദി. വേനൽക്കാലത്ത് പർവ്വതമുടികളിലെ മഞ്ഞുരുകുന്നതാണ് ഇത്തരം നദികളിലൊക്കെ കുത്തൊഴുക്കുണ്ടാകാൻ കാരണം. നദിക്കരയിൽ പച്ചപ്പുള്ള ഭാഗങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന സമ്പന്ന ഗേഹങ്ങളാണ് ഒരു കാഴ്ച. ഇപ്പോൾ ഇങ്ങനെ തടസ്സങ്ങളൊന്നുമില്ലാതെ സുന്ദരമായി കാണുന്നുണ്ടെങ്കിലും മഞ്ഞുകാലത്ത് ഈ പാതയുടെ ഭാവം മറ്റൊന്നാവും. റോഡ് പുറത്തു കാണാനാവാത്ത വിധം മഞ്ഞു പുതഞ്ഞു കിടക്കുന്ന ദിവസങ്ങൾ നിരവധി. ആഴ്ചകളോളം ഗതാഗതം തടസ്സപ്പെടും. 2017 ഫെബ്രുവരിയിലും ദുഷാൻബെ ഖുജന്ത് ഹൈവേയിൽ മലയും മഞ്ഞും ഇടിഞ്ഞു വീണ് 15 ദിവസത്തോളം ഗതാഗതം താറുമാറായിരുന്നു. അന്ന് മഞ്ഞ് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിനിടെ 3 തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. മുന്നിൽ ഒരു ടണലിന്റെ കവാടം കാണാം. പർവ്വതത്തെ തുരന്നു പോകുന്ന ടണലാണ്. ഫ്രണ്ട്ഷിപ്പ് ടണൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. ചൈന നിർമ്മിച്ചു നൽകിയ ടണലാണ്. ചൈനയുടെ ഒരു ബിസിനസ് താൽപര്യം ഈ ടണലിന്റെ നിർമ്മാണത്തിന് പിന്നിലുണ്ടെന്നും പറയാം. ഗിസാർ പർവ്വതനിരയുടെ ഈ ഭാഗത്ത് ധാരാളം ഖനികളുണ്ട്. അമൂല്യമായ പല ലോഹധാതുക്കളും ലഭിക്കുന്ന ഖനികൾ. ചൈനീസ് കമ്പനികളാണ് ഖനികളിൽ മിക്കതും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഖനിജങ്ങൾ എളുപ്പത്തിൽ കൊണ്ടുപോകുന്നതിനുള്ള സൗകര്യാർത്ഥമാണ് ഈ പാതയുടെയും ടണലിന്റെയും നിർമ്മാണത്തിൽ ചൈന പങ്കാളിയായത്. 5-6 കിലോമീറ്റർ ദൈർഘ്യമുള്ള ടണലുകൾ ഈ പാതയിലുണ്ട്. അവയിൽ പലതും ചൈന നിർമ്മിച്ചതാണ്. ചിലത് ഇറാന്റെ സഹകരണത്തോടെ പൂർത്തിയാക്കിയതും. ഇടയ്ക്കിടെ ടോൾ ഗേറ്റുകളുണ്ട്. 6ഓളം ടോൾ ഗേറ്റുകൾ ഇപ്പോൾ തന്നെ പിന്നിട്ടുകഴിഞ്ഞു. ഒരു ടോൾ ഗേറ്റിൽ കാത്തുകിടക്കുമ്പോൾ അങ്ങകലെ വേനലിന്റെ മൂർധന്യത്തിലും മഞ്ഞുരുകിത്തീരാത്ത മലമുടികൾ കാണാം. ഖനിജങ്ങൾ കൊണ്ടുപോകാനുള്ള ട്രക്കുകളാണ്. ഈ പർവ്വതനിരയിൽ പല ധാതുക്കൾ ഖനനം ചെയ്യുന്ന നിരവധി ഖനികളുണ്ട്. കൽക്കരിയാണ് ഒരു പ്രധാന ഖനിജം. ഇനിയുള്ള യാത്രയിൽ ധാരാളം കൽക്കരി ഖനികളുടെ സമീപത്തുകൂടി കടന്നു പോകുന്നുണ്ടെന്നാണ് ഗൈഡ് ഷഹബാസ് പറയുന്നത്. ഈ പ്രദേശത്ത് ചെമ്പു ഖനികളുമുണ്ട്. രസകരമാണ് ഈ മലമ്പാതയിലൂടെയുള്ള യാത്ര. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9955442222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. വേനലായതിനാൽ അങ്ങിങ്ങ് പച്ചപ്പുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ചെറുവീടുകളുള്ള ഒരു ഗ്രാമം രൂപപ്പെട്ടിരിക്കുന്നതും കാണാം. ചെറുകൃഷികളിൽ ഏർപ്പെട്ടും ആടുമാടുകളെ വളർത്തിയുമാണ് ആദ്യകാലത്ത് ഈ പർവ്വതമേഖലയിലെ ആളുകൾ കഴിഞ്ഞു വന്നിരുന്നത്. എന്നാൽ നല്ലൊരു ഭാഗം ഗ്രാമീണരും ഇപ്പോൾ ഖനിത്തൊഴിലാളികളായി മാറിയിരിക്കുന്നു. പരുക്കൻ പർവ്വതങ്ങളുടെ ഭൂഭാഗമാണെങ്കിലും പ്രകൃതി തജിക്കിസ്ഥാനെ ഖനിജങ്ങൾ കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. സ്വർണം, വെള്ളി, ആന്റിമണി, സിങ്ക്, സ്ട്രോണ്ടിയം, ലെഡ്, മെർക്കുറി, ബിസ്മുത്ത് എന്നിങ്ങനെ പോകുന്നു ഈ പർവ്വതങ്ങൾ ഉള്ളിലൊളിപ്പിച്ചിരിക്കുന്ന ഖനിജങ്ങളുടെ പട്ടിക. കൽക്കരിയുടെ വലിയ നിക്ഷേപം തന്നെ പർവ്വതത്തിലുണ്ട്. സോവിയറ്റ് കാലത്ത് ഈ പർവ്വതങ്ങളിൽ നിന്നും യുറേനിയം ഖനനം ചെയ്തെടുത്തിരുന്നെങ്കിലും ഇപ്പോൾ അത് നിർത്തിയിരിക്കുകയാണ്. ടൂറിസം രംഗത്തും തജിക്കിസ്ഥാന് മുന്നോട്ട് വയ്ക്കാനുള്ളത് ഈ പർവ്വതങ്ങളുടെ കാര്യം മാത്രമാണ്. ഇതല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന പ്രകൃതി ഭംഗിയുള്ള പ്രത്യേക സ്ഥലങ്ങളൊന്നും ഇവിടെയില്ല. വിദേശത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ കൂടുതലായും ഇവിടേക്കെത്തുന്നത് ട്രക്കിങ്ങിനാണ്. ട്രക്കിങ്ങിനും മലകയറ്റത്തിനും അനുയോജ്യമായ കുറേ റൂട്ടുകൾ ഇവിടെയുണ്ട്. പർവ്വത ഗ്രാമങ്ങളിലെ ജീവിതം അടുത്തറിയാനും വിദേശ സഞ്ചാരികൾ ഇവിടേക്കെത്തുന്നു. ഇതാ മറ്റൊരു ടണൽ. അൻസോബ് ടണൽ എന്നാണ് ഇതറിയപ്പെടുന്നത്.
ദുഷാൻബെയിൽ നിന്നും ഖുജന്തിലേക്കുള്ള യാത്രാസമയത്തിൽ കുറവുണ്ടാക്കിയ ടണൽ. 5 കിലോമീറ്ററാണ് ഇതിന്റെ നീളം. ചൈനയാണ് ആദ്യം ഈ ടണൽ പണിതത്. 2006 അവർ നിർമ്മാണം പൂർത്തിയായതായി പ്രഖ്യാപിച്ച് തിരക്കിട്ട് ഉദ്ഘാടനവും നടത്തി. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് ലോകത്തെ ഏറ്റവും അപകടകരമായ ടണൽ എന്ന കുപ്രസിദ്ധി ഇതിന് കൈവന്നു. പലയിടത്തും ടണൽ ഇടിഞ്ഞതും ഉള്ളിൽ വെള്ളം നിറഞ്ഞുകിടന്നതുമെല്ലാമായിരുന്നു കാരണം. തുടർന്ന് കുറേക്കാലം ടണൽ അടച്ചിട്ടു. 2014 ഇറാൻ ടണൽ പുനർനിർമ്മിക്കാൻ തുടങ്ങുകയും 2015 പണി പൂർത്തിയാക്കുകയുമായിരുന്നു. ഇൻഡിപെൻഡൻസ് ടണൽ എന്നൊരു പേരുകൂടിയുണ്ട് അൻസോബ് ടണലിന്. ചൈനീസ് കമ്പനിയുടെ നിർമ്മാണത്തിലെ പാളിച്ചകൾ ഇപ്പോഴും അൻസോബ് ടണലിൽ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ ലീക്കേജാണ് ഒരു കാര്യം. പുനർനിർമ്മാണത്തിന്റെ ഒരു ഘട്ടത്തിൽ ചൈന നിർമ്മിച്ച ചില ടണൽ ഭാഗങ്ങൾ പൂർണ്ണമായും പൊളിച്ചുകളഞ്ഞ് പുതിയത് കൂട്ടിച്ചേർത്തിരുന്നു. മറ്റൊരു ഗാലറിയിലേക്ക് എത്തി. കനത്ത മഞ്ഞുവീഴ്ച കൊണ്ട് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു ഭാഗമായിരുന്നു ഇത്. അതിനെ പ്രതിരോധിക്കാൻ നിരവധി തൂണുകളുള്ള ഗാലറി പണിതുവച്ചിരിക്കുന്നു. പാതയെ സംരക്ഷിക്കുന്ന ഒരു കവചം തന്നെയാണിത്. ആ ഗാലറി പിന്നിട്ടതോടെ ഞങ്ങളുടെ വാഹനം ഐനി ജില്ലയിലേക്ക് എത്തി. ഗിസാർ മൗണ്ടൻ റേഞ്ചിലെ ഒരു പ്രധാന ജില്ലയാണ് ഐനി. വഴിയരികിൽ ട്രക്കുകൾ കൽക്കരി കൊണ്ടുപോകാൻ എത്തിയവയാണ്. തജിക്കിസ്ഥാനിലെ പർവ്വതങ്ങളിൽ നിന്നുള്ള ഖനിജങ്ങൾ കൂടുതലായും എത്തിച്ചേരുന്നത് ചൈനയിലാണ്. മധ്യേഷ്യയിലെ ചെറുരാജ്യം എന്നതുപോലെ തന്നെ പാവപ്പെട്ട രാജ്യം കൂടിയാണ് തജിക്കിസ്ഥാൻ. പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ മറ്റു രാജ്യങ്ങളെ അനുവദിച്ച് അതിൽ നിന്നും വരുമാനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന രാജ്യം. ഇത്തരം ഗ്രാമങ്ങളിലുള്ളത് സാധാരണക്കാരായ കർഷകരാണ്. ഉരുളക്കിഴങ്ങും ആപ്രിക്കോട്ടും മറ്റും കൃഷി ചെയ്തും കന്നുകാലികളെ വളർത്തിയും ജീവിക്കുന്ന ദരിദ്രർ. അത്തരം ആളുകളുടെ ജീവിതത്തിന്റെ യഥാർത്ഥമായ കാഴ്ചകളിലേക്കാണ് അടുത്ത ദിവസങ്ങളിൽ ഞാൻ പോകാനിരിക്കുന്നത്. ഖനികളുടെ പ്രദേശങ്ങളിലൂടെയാണ് യാത്ര. ഇത്തരത്തിൽ മലകളെ അരിഞ്ഞുണ്ടാക്കിയ പാതകളെല്ലാം ഖനികളിലേക്ക് പോകുന്നവയാണ്. പർവ്വതത്തിനുള്ളിലേക്ക് കിലോമീറ്ററുകൾ നീളമുള്ള തുരങ്കങ്ങൾ ഉണ്ടാക്കിയാണ് ഖനനം നടക്കുന്നത്. പല മലകളുടെയും ഉള്ള് പൊള്ളയാണെന്നാണ് പിൻസീറ്റിലിരിക്കുന്ന ഗൈഡ് ഷഹബാസ് പറയുന്നത്. പുഴയുടെ ഓരത്ത് ഇക്കാണുന്നത് കന്നുകാലി തൊഴുത്തുകളാണ്. മഞ്ഞുകാലത്ത് അതിനുള്ളിലായിരിക്കും കന്നുകാലികളെ സൂക്ഷിക്കുക. അമ്പുരാജിയും ഗൈഡും കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. കൽക്കരി ഖനനം നടക്കുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം. അതുമായി ബന്ധപ്പെട്ട ചെറിയ സർവീസ് സ്റ്റേഷനുകളും കാത്തിരിപ്പ് സ്ഥലങ്ങളും വെയിങ് ബ്രിഡ്ജുകളും തൊഴിലാളികളുടെ ഷെൽട്ടറുകളുമൊക്കെയാണ് വഴിയോരത്ത് കാണുന്നത്. ടക്ഫോൺ എന്ന പ്രദേശമാണിത്. ഖനികളും ജനവാസ കേന്ദ്രങ്ങളുമുള്ള വലിയൊരു പ്രദേശമാണ് ടക്ഫോൺ. മലഞ്ചെരുവിൽ ഊർന്നുകിടക്കുന്ന കറുത്ത മണ്ണ് കൽക്കരിയുടെ ഖനി തുരങ്കങ്ങളിൽ നിന്നും പുറന്തള്ളുന്നതാണ്. ഒരിടത്ത് വാഹനം നിർത്തി ഞാൻ പുറത്തിറങ്ങി. മലയിറക്കം തുടങ്ങുകയാണെന്ന സൂചന നൽകി വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാത താഴെ കാണാം. മലയുടെ ഏറ്റവും നെറുകയിലെത്തിയിരിക്കുന്നു. ഇനി കുറേ ദൂരം മലയിറങ്ങണം. അതിനുശേഷം വീണ്ടും മലകൾ കയറുകയും വേണം. ഇക്കാണുന്ന മലകളിലെല്ലാം നിരവധിയായ ഖനിത്തുരങ്കങ്ങളുണ്ട്. ആ തുരങ്കങ്ങളിൽ നിന്നും പുറംതള്ളിയ പാറപ്പൊടിയും മണ്ണും പലയിടത്തും അടിഞ്ഞുകൂടിക്കിടക്കുന്നു. ഇവിടെയെല്ലാം ഇപ്പോഴും ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഖനിത്തുരങ്കത്തിന്റെ മുഖത്താണ് അക്കാണുന്ന തരം ഷെൽട്ടറുകളുള്ളത്. ഇതെല്ലാം ടണൽ മുഖങ്ങളുള്ള ഭാഗങ്ങളാണ്. ഇവിടെ തുറന്നു കിടക്കുന്ന ഒരു ഗുഹാമുഖം കാണാം. അതിനുള്ളിലും ഖനനം നടക്കുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് മലയുടെ ചെരുവുകളിൽ അടുത്തടുത്തായി വലിയ പൊത്തുകൾ ശ്രദ്ധയിൽപ്പെടുന്നത്. ഖനിത്തുരങ്കം അവിടെ തുടങ്ങുന്നേ ഉള്ളൂ. അതിനകത്ത് വിശാലമായ ഖനിയുടെ അത്ഭുത ലോകമുണ്ട്. കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് നീണ്ടുപോകുന്ന ഖനികൾ. അതിന്റെ പ്രവേശനദ്വാരം മാത്രമാണ് ഇക്കാണുന്നത്. ഞാൻ ഷൂട്ട് ചെയ്ത് നിൽക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളും പുറത്തിറങ്ങി കാഴ്ചകൾ കാണുകയാണ്.
എനിക്ക് വേണ്ടിയുള്ള വാഹനത്തിൽ സഞ്ചാരത്തിന്റെയും സഫാരിയുടെയും ലോഗോ പതിച്ച് ഒരുക്കിയാണ് അംബുരാജയും സുഹൃത്തുക്കളും കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. എന്റെ ഇവിടുത്തെ യാത്രകൾ സൗകര്യപ്രദമാക്കുന്നതിനു വേണ്ടി അംബുരാജയും കൂട്ടുകാരും വലിയ പ്രയത്നം നടത്തുന്നു. അതുകൊണ്ട് തന്നെ താരതമ്യേന പിരിമുറുക്കം കുറഞ്ഞ ഷൂട്ടിംഗ് യാത്രയാണ് എനിക്കിതെന്ന് പറയാം. മലയിറക്കമാണ്. ഇരുവശവുമുള്ള മലകളിൽ കാണുന്നതെല്ലാം ഖനിത്തുരങ്കങ്ങളിലേക്കുള്ള മൺപാതകൾ തന്നെ. അതെല്ലാം ചെന്ന് അവസാനിക്കുന്നത് ഓരോ ടണലിന്റെ കവാടത്തിലേക്കായിരിക്കും. ഇതെല്ലാം ഖനികളാണ്. അതിനുള്ളിൽ ഇപ്പോഴും തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ടാവും. മോളിബ്ഡിനം, ടങ്ഷൻ എന്നീ ലോഹങ്ങളാണ് ഈ മലകളിൽ നിന്നും പ്രധാനമായും ഖനനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കാഠിന്യമാർന്ന ലോഹക്കൂട്ടുകൾ ഉണ്ടാക്കാനുള്ള ചേരുവയാണ് മോളിബ്ഡിനം. ടങ്സ്റ്റണും കാഠിന്യമാർന്ന ലോഹമാണ്. ഖനവ്യവസായ രംഗത്ത് ഇവ രണ്ടിനും വലിയ സ്ഥാനമുണ്ട്. 70 വ്യത്യസ്ത മിനറലുകളാണ് തജിക്കിസ്ഥാന്റെ പർവ്വതങ്ങളിൽ ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. അപൂർവ ഗണത്തിൽപ്പെട്ടവയും അതിൽ ഉൾപ്പെടുന്നു. തജിക് അക്കാഡമി ഓഫ് സയൻസ് നടത്തിയ ഒരു പഠനമനുസരിച്ച് 429 ടൺ സ്വർണം തജിക്കിസ്ഥാന്റെ പർവ്വതങ്ങളിലുണ്ട്. ഇപ്പോൾ വർഷം തോറും 2 ടൺ വരെ സ്വർണം ഈ പർവ്വതങ്ങളിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്നു. തജിക്കിസ്ഥാന്റെ ഉൾനാടൻ കാഴ്ചകളിലൂടെ സഞ്ചാരം തുടരുകയാണ്.